സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ആയി നാം പഠിക്കുന്ന എല്ലാ സമരങ്ങളും നമ്മൾ വസ്തുനിഷ്ഠമായി പരിശോധിച്ചാൽ അതൊന്നും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളല്ല എന്ന് കാണാൻ കഴിയും. ഇവയിലേറെയും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയോ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയോ നടത്തിയ വ്യക്തിഗത പോരാട്ടങ്ങളായിരുന്നു ഏറെക്കുറെ. ഒരുപക്ഷെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മളും ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാരും അല്ലെങ്കിൽ വിദേശികളും രേഖപ്പെടുത്തുന്ന ഒന്നാം സ്വാതന്ത്ര്യ 1857 മുതൽ 1859 വരെ നടന്ന സമരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ട് എഴുതിയ സാഹിത്യമാണ് പിൽക്കാലത്തെ സമരങ്ങൾക്ക് ഊർജമായി തീർന്നത് എന്നുള്ള കാര്യവും നാം നിഷേധിച്ചുകൂടാ. പക്ഷേ ഇത്തരത്തിൽ പൊടിപ്പും തൊങ്ങലും വെച്ചെഴുതിയ പല ചരിത്ര കൃതികളും പിൽക്കാലത്ത് അതിനകത്തുള്ള പല വസ്തുതകളും തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലൊരെണ്ണമാണ് നമ്മുടെ കേരളത്തിൽ നടന്ന പഴശ്ശിരാജാവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ. അദ്ദേഹത്തെ ബാബർ എന്ന് പറയുന്ന അന്നത്തെ മലബാർ ഡെപ്യൂട്ടി കളക്ടർ വെടിവെച്ച് കൊന്നതാണ് എന്നും അതല്ല അദ്ദേഹം വജ്രമോതിരം വിഴുങ്ങി മരിച്ചതാണ് എന്നും ഉള്ള വ്യാഖ്യാനങ്ങൾക്കായിരുന്നു ഈ അടുത്ത കാലം വരെ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചിരുന്നു. പക്ഷേ പിൽക്കാലത്തുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും രേഖകളും റിപ്പോർട്ടുകളുമൊക്കെ പരിശോധിക്കുമ്പോൾ ഇതൊന്നും ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാര്യം ഇത് നമ്മുടെ പഴശ്ശിരാജയുടെ ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ മലബാറിലെ ഈ മൈസൂറിൻ്റെ ആക്രമണത്തെക്കുറിച്ച് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം പരശുരാമ സൃഷ്ടമാണ് കേരളം എന്ന് വിശ്വസിച്ചിരുന്ന അന്നത്തെ ഒരു ശരാശരി മലയാളി, ഒരുപക്ഷേ ഭരണകർത്താക്കളടക്കം, അതുപോലൊരു പരശുരാമ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി രണ്ട് ഭരണാധികാരികൾ രണ്ട് ഭാഗത്തു നിന്ന് ശ്രമം ആരംഭിച്ചു. ഒന്ന് തിരുവിതാംകൂറിൽ നിന്ന് മാർത്താണ്ഡവർമ്മയും മറ്റൊന്ന് കോഴിക്കോട്ട് നിന്ന് സാമൂതിരിയും. മാർത്താണ്ഡവർമ്മ വടക്കോട്ടാണ് പട നയിച്ചത് എങ്കിൽ കോഴിക്കോട് സാമൂതിരി അതുപോലെ തന്നെ വടക്കോട്ടേക്കാണ് ആദ്യം പട നയിച്ചത്. അദ്ദേഹം സാമൂതിരി ആദ്യം ആക്രമിക്കുന്നത് പാലക്കാട്ടുശ്ശേരിയാണ്. ഇന്ന് പാലക്കാട് എന്ന് പറയുന്ന പാലക്കാട് രാജ്യത്തിനെയാണ് ആദ്യം ആക്രമിക്കുന്നത്. 1766 ഇത്. വളരെ ദുർബലമായ ഒരുപക്ഷെ ഒരു താലൂക്കിനോളം മാത്രം വലിപ്പമുണ്ടായിരുന്ന പാലക്കാട്ടുശ്ശേരിയിലെ രാജാവിന് ശക്തനായ സാമൂതിരിയെ ചെറുത്ത് നിൽക്കാൻ നിവൃത്തിയില്ലാതെ വരികയും നിരന്തരമായ ആക്രമണത്തെ ചെറുക്കുന്നതിന് വേണ്ടി അദ്ദേഹം അന്ന് മൈസൂർ ഭരിച്ചിരുന്ന ടിപ്പു സുൽത്താൻ്റെ പിതാവായ ഹൈദർ അലി ഖാനെ ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ ഹൈദർ അലി മലബാറിലേക്ക് വരികയും സാമൂതിരിയുമായി ഏറ്റുമുട്ടി സാമൂതിരി പരാജയപ്പെടുകയും ചെയ്തു. ആ പരാജയത്തിൻ്റെ അന്ത്യം ഒരു വ്യവസ്ഥയോടുകൂടിയായിരുന്നു. അതായത് ഹൈദർ അലി ഖാന് ഈ യുദ്ധത്തിൽ ചെലവായ മുഴുവൻ തുകയും അതിൻ്റെ പകുതിയും കൊടുത്തുകൊള്ളാം എന്ന വ്യവസ്ഥ, ഒരു കൊല്ലത്തിനകത്ത് കൊടുത്തുകൊള്ളാമെന്ന വ്യവസ്ഥയിന്മേലാണ് ആ സമരം ഒത്തുതീർപ്പാകുന്നത്. പക്ഷേ ഈ പണം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ഹൈദർ അലി ഖാൻ വീണ്ടും കോഴിക്കോട്ടേക്ക് പട നയിച്ചു. ഇതറിഞ്ഞ ഉടൻ തന്നെ കോവിലകത്ത് കയറി സാമൂതിരിപ്പാട് 4 ചുറ്റുമുള്ള വാതിലുകളെല്ലാം കുറ്റിയിടുകയും ആ കോവിലകത്തിന് തീ കൊടുത്ത് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഹൈദർ അലി ഖാൻ മലബാറിൽ സ്വന്തമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അത് അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സുൽത്താൻ്റെ കാലത്തും ഇത് തുടരുകയും മലബാർ ആകമാനം തന്നെ ടിപ്പു സുൽത്താൻ്റെ കൈവശം എത്തിച്ചേരുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ മലബാറിലാകെ ഒരു ഭീതി പരന്നു എന്നുള്ളതാണ്. അതായത് മലബാറിലെ മുഴുവൻ ജനങ്ങളെയും മുസ്ലിങ്ങളാക്കാൻ ഒരു ശ്രമം ടിപ്പു സുൽത്താൻ്റെ ഭാഗത്തുണ്ടായി എന്നും അത് ഉണ്ടായില്ല എന്നൊക്കെ ഒരുപാട് തർക്കങ്ങളുണ്ട്. അതല്ല നമ്മുടെ വിഷയം. ഇതിനിടയിൽ 1797
പഴശ്ശിരാജ കേരളവർമ്മ പഴശ്ശിയുടെ അധികാരം ഏറ്റെടുക്കുക. മൂപ്പുമുറ അനുസരിച്ച് അദ്ദേഹം അധികാരത്തിൽ വരുന്നു. അധികാരത്തിൽ വന്നതിന് ശേഷം ബ്രിട്ടീഷുകാരുമായി കൈകോർത്തുകൊണ്ട് ടിപ്പു സുൽത്താനെതിരെ അദ്ദേഹം പടനയിക്കുന്നു. അങ്ങനെ ടിപ്പു സുൽത്താനെ മലബാറിൽ നിന്ന് തുരത്തുന്നതിന് ബ്രിട്ടീഷുകാരോടൊപ്പം ഇദ്ദേഹം കൈകോർക്കുമ്പോൾ ഉണ്ടായിരുന്നൊരു വ്യവസ്ഥ ഇതാണ്. ഈ ഭാഗം, അതായത് പഴശ്ശി ഈ പ്രദേശം ഉൾപ്പെടുന്ന ഈ വടക്കൻ കോട്ടയം പ്രദേശം ടിപ്പു സുൽത്താനിൽ നിന്ന് സ്വതന്ത്രമായി കഴിഞ്ഞാൽ അതിൻ്റെ ഭരണാധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയെ ഏൽപ്പിച്ചു കൊള്ളാം എന്നായിരുന്നു വ്യവസ്ഥ. അതായത് ടിപ്പു സുൽത്താൻ പുറത്തു പോയി കഴിഞ്ഞാൽ രാജ്യം സ്വതന്ത്രമാവുകയും അങ്ങനെ വടക്കൻ കോട്ടയം ടിപ്പു സുൽത്താൻ്റെ നമ്മുടെ പഴശ്ശിരാജയുടെ നിയന്ത്രണത്തിൽ വരികയും ചെയ്യും എന്ന ധാരണയോടുകൂടിയാണ് ബ്രിട്ടീഷുകാരും പഴശ്ശിരാജയും കൈകോർത്തുകൊണ്ട് യുദ്ധം നയിക്കുന്നത്. അങ്ങനെ 1792 മൈസൂറിലെ ശ്രീരംഗപട്ടണത്ത് വെച്ച് ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിലുള്ള വ്യവസ്ഥ അനുസരിച്ച് ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് വളരെ പ്രസിദ്ധമാണ് ചരിത്രത്തിൽ. അങ്ങനെ ടിപ്പു സുൽത്താൻ മലബാറിൽ നിന്ന് വിട്ടുപോവുകയും മലബാർ സ്വതന്ത്രമാവുകയും അഥവാ ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മയിൽ മേൽക്കോയ്മയിലേക്ക് മാറുകയും ചെയ്യും. വ്യവസ്ഥയനുസരിച്ച് ഈ വടക്കൻ കോട്ടയം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക്, അതായത് കേരളവർമ്മ പഴശ്ശിരാജയ്ക്ക് വിട്ടുകൊടുക്കണം. പക്ഷേ സമയമായപ്പോൾ ബ്രിട്ടീഷുകാർ കാലുമാറി. അവർ പറഞ്ഞത് കരൻ പിരിവ് എന്ന് പറയുന്നത് ഈ കേരളവർമ്മയുടെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജ, കുറുമ്പ്രനാട് എന്ന് പറയുന്നത് ഈ വടക്കൻ കോട്ടയത്തിൽ ഒരു പ്രവിശ്യാധി മാത്രമാണ്, അദ്ദേഹത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് പഴശ്ശിരാജയെ, കേരളവർമ്മ പഴശ്ശിരാജയെ ഒഴിവാക്കാനുണ്ടായത്. ഇവിടെ മുതലാണ് ബ്രിട്ടീഷുകാരും കേരളവർമ്മയും തമ്മിലുള്ള, പഴശ്ശിരാജയും തമ്മിലുള്ള ശത്രുത ഉടലെടുക്കുന്നത്. തികച്ചും അധികാരപരം തന്നെയായിരുന്നു. അവസാനം പഴശ്ശി കൊട്ടാരത്തിൽ നിന്ന് കേരളവർമ്മയെ പുറത്താക്കുന്നു. അദ്ദേഹം വയനാടൻ കാടുകളിലേക്ക് രക്ഷപ്പെടുന്നു. വയനാടൻ കാടുകളിൽ കുറിച്യരുടെയും ആദിവാസി സമൂഹത്തിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി ഒളിപ്പോര് സമ്പ്രദായം, ഒരുപക്ഷെ ഇന്ത്യയിലാദ്യമായി ശാസ്ത്രീയമായ ഒളിപ്പോര് സമ്പ്രദായം ആവിഷ്കരിക്കുന്നത് പഴശ്ശിരാജ. അന്ന് പഴശ്ശിരാജയെ നേരിടുന്നതിന് വേണ്ടി നിയമിക്കപ്പെട്ട ഒരു സൈന്യാധിപനാണ്, ഡെപ്യൂട്ടി കളക്ടർ എന്ന സ്ഥാനം കൊടുത്ത് അദ്ദേഹം നിയമിച്ച ഒരാളാണ് ബാബർ. ആ ബാബറുടെ റിപ്പോർട്ടുകളിൽ നിന്നാണ് നമ്മൾ ഈ വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുന്നത്. ഇങ്ങനെ ഈ ആദിവാസി സമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി ബ്രിട്ടീഷുകാർക്ക് നിത്യേന തലവേദന സൃഷ്ടിച്ചു കൊണ്ടിരുന്ന പഴശ്ശിരാജയെ ഒരു തരത്തിലും പിടിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അന്ന് ബ്രിട്ടീഷുകാർ ഒരു പരസ്യം നടത്തി. തെക്കേ ഇന്ത്യ ആകെ ആ പരസ്യം വ്യാപകമായി തന്നെ പ്രചരിപ്പിക്കപ്പെട്ടു. പഴശ്ശിരാജയുടെ തലയ്ക്ക് 5000 രൂപ പ്രഖ്യാപിച്ചു. അന്നത്തെ 5000 എന്ന് പറയുന്നതിൻ്റെ വില വളരെ ഉയർന്നതാണ്. അങ്ങനെ 5000 രൂപ പ്രഖ്യാപിക്കപ്പെട്ടു. പക്ഷേ അന്നും പഴശ്ശിരാജ ഒളിവിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തെ കാണുകയോ തിരിച്ചറിയുകയോ ചെയ്യാമെന്ന് വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും വേഷം മാറി അദ്ദേഹം നടന്നിരുന്നു. പഴശ്ശിരാജ എന്ന നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് ഓടി വരുന്ന മമ്മൂട്ടിയുടെ രൂപമാണ്. എന്നാൽ അങ്ങനെയല്ല. ബാബർ കൃത്യമായി അദ്ദേഹത്തിൻ്റെ രൂപം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് 5 അടി 5.25 അടിക്കപ്പുറം ഉയരമില്ല, ഇരുണ്ട നിറമാണ്, മുൻവശത്തെ പല്ലുകൾക്ക് ഇടയുണ്ട്, അതായത് ഒതുക്കിയാൽ ഒതുങ്ങാത്ത തലമുടിയാണ് അദ്ദേഹം ഉള്ളത്, അരോഗദൃഢ ഗാത്രനാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും അദ്ദേഹത്തിനോടൊപ്പം എല്ലാ സമയത്തും അതിശക്തമായ ഒരു ആദിവാസി സമൂഹം അമ്പും വെല്ലുമായി അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ബാബർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പഴശ്ശിരാജ എന്ന് പറയുന്നത് അതിസുന്ദരനായ, 6 അടിയിൽ കൂടുതൽ പൊക്കമുള്ള, നല്ല വെളുത്ത ഒരാളായിട്ടാണ് നമ്മുടെ മനസ്സിൽ വരിക. പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹം സാധാരണ ഒരു ശരാശരി മലയാളിയുടെ നിറവും രൂപവും ഭാവവും പൊക്കവും വലിപ്പവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് ഡെപ്യൂട്ടി കളക്ടർ ബാബറുടെ റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നിത്യ തലവേദനയായ കേരളവർമ്മയെ പിടികൂടുന്നതിന് മറ്റൊരു മലയാളിയെ കൂടി ബ്രിട്ടീഷുകാർ ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ പേരാണ് കരുണാകര മേനോൻ.
ഈ കരുണാകരമേനോൻ ചെറുപ്പത്തിലെ തന്നെ വളരെ ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന് അത് ചെറുപ്പത്തിലെ തന്നെ ബ്രിട്ടീഷുകാരുടെ സഹായിയായി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാരുടെ സഹായിയായി അവിടെ ഭേദപ്പെട്ടൊരു ഉദ്യോഗം വഹിച്ചു വരുന്ന ഒരാളാണ് കരുണാകരമേനോൻ. ഈ കരുണാകരമേനോനെ പല രേഖകളിലും കണാരമേനോൻ എന്നും രേഖപ്പെടുത്തി കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ നമുക്ക് അദ്ദേഹത്തെ കരുണാകരമേനോൻ എന്ന് തന്നെ പറയാം. ഈ കരുണാകരമേനോനെയും ഈ പഴശ്ശിരാജയെ കണ്ടെത്തുന്നതിനും അദ്ദേഹത്തെ നേരിടുന്നതിനുമായി തോക്ക് നൽകി അദ്ദേഹത്തോടൊപ്പം തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ 1-2 ഉദ്യോഗസ്ഥന്മാരെയും ചേർത്ത് ഈ വയനാടൻ കാടുകളിലേക്ക് ഇടുകയുണ്ടായി. അങ്ങനെ 1805 നവംബർ 30 പുൽപ്പള്ളിക്കടുത്തുള്ള മാവിലാൻ തോട് എന്ന് പറയുന്നൊരു സ്ഥലം, ഇതൊരു തോടുണ്ട്, അതോടൊപ്പം തന്നെ ആ സ്ഥലവും അറിയപ്പെടുന്ന മാവിലാൻ തോട് എന്ന. ഈ മാവിലാൻ തോട്ടിൽ 5 അപരിചിതരായ ആളുകളെ കണ്ടെത്തി. 5 പേരും ആദിവാസി വേഷത്തിലായിരുന്നു. കരുണാകരമേനോൻ തോക്കെടുത്ത് വെടിവെച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവയ്പുണ്ടായി. ഈ 5 പേരും തൽക്ഷണം മരിച്ചു വീഴുകയും ചെയ്തു. ഈ വെടിവെച്ച് മരിച്ചു വീണതിന് ശേഷം ഇവരടുത്തെത്തി മൃതദേഹം പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഒരാൾ പഴശ്ശിരാജയായിരുന്നു. പക്ഷെ നമ്മളിന്നും ധരിച്ചു വച്ചിരിക്കുന്നത്, നമ്മളിന്നും പഠിക്കുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത് 2 തരത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴശ്ശിരാജ അദ്ദേഹം മോതിരം വിഴുങ്ങി, വജ്രമോതിരം വിഴുങ്ങി മരിച്ചു എന്നാണ് വളരെ പ്രധാനമായി പ്രചരിക്കുന്നൊരു കഥ. അതായത് തിരുവിതാംകൂറിലെ വേലുത്തമ്പി സ്വയം വാളെടുത്ത് കുത്തി മരിച്ചു എന്നതിന് സമാനമായ മറ്റൊരു ഒരു കഥ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു ഇത് വൈദ്യശാസ്ത്രം തന്നെ തെളിയിച്ചിട്ടുണ്ട്. കാരണം ഒരു കാരണവശാലും വജ്രമോതിരം മരിക്കുമായിരിക്കാം, പക്ഷേ അത് 1-2 ദിവസം കൊണ്ട് നടക്കില്ല, ക്രമേണ കൊണ്ടേ നടക്കൂ. കാരണം ഈ വജ്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എൻസൈമുകളൊക്കെ ഉൽപ്പാദിപ്പിച്ച് അത് ലയിച്ച് അത് വിഷമായി മാറി രക്തത്തിൽ കലർന്നാൽ മാത്രമേ മരിക്കുകയുള്ളൂ എന്ന്, അത് ഉടനെ സംഭവിക്കില്ല എന്നും വൈദ്യശാസ്ത്രം, ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. രണ്ടാമത് ബാബർ വെടിവെച്ചു എന്നുള്ളതാണ് നമ്മൾ മറ്റൊരു കഥയിൽ പഠിക്കുക. ബ്രിട്ടീഷുകാരുടെ മേലുദ്യോഗസ്ഥനായിരുന്ന അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ബാബർ വെടിവെച്ചു. പക്ഷേ ബാബർ തന്നെ പറയുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല, കൊന്നത് വെടിവെച്ചത് നമ്മുടെ കരുണാകര മേനോനാണ് എന്നും. പക്ഷേ കരുണാകര മേനോൻ വെടിവെച്ചത് അത് പഴശ്ശിരാജയാണ് എന്നുള്ളത് കൊണ്ടല്ല, ശത്രുക്കൾ 5 പേർ എന്നുള്ള നിലയ്ക്കാണ് വെടിവെച്ചത്. പക്ഷേ വെടിവെച്ച് വീണതിന് ശേഷമാണ് അത് പഴശ്ശിരാജയാണെന്ന് തിരിച്ചറിയുന്നത് എന്നും വളരെ കൃത്യമായി ബാബർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാബർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തെ ഒരു വലിയ ശത്രുവായിട്ടല്ല നമ്മൾ കാണേണ്ടത്. കാരണം അദ്ദേഹത്തെ അതിൽ ഏറ്റവും കൂടുതൽ ദുഃഖിച്ച ഒരാൾ കൂടിയാണ് ബാബർ. പഴശ്ശിരാജായ ഇത്രയും ധീരനും വീരനും പോരാളിയുമായ അദ്ദേഹത്തെ ജീവനോടെ പിടിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷെ അത് നടന്നില്ല. മൃതദേഹമാണ് കിട്ടിയത്. പക്ഷേ ആ മൃതദേഹത്തിന് കൊടുക്കാവുന്ന പരമാവധി ബഹുമാനവും കൊടുത്തുകൊണ്ടാണ് നേരെ അത് പുൽപ്പള്ളിയിൽ നിന്ന് കൊണ്ടുപോകുന്നതും അതിന് സർവ്വ ബഹുമാനങ്ങളും കൊടുത്താണ് അത് അടക്കിയിട്ടുള്ള ആ സ്ഥലം നമുക്ക് ഇപ്പോഴും വയനാട്ടിൽ ചെന്നാൽ കാണാൻ കഴിയും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ യഥാർത്ഥ സംഭവത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കത്തക്കവണ്ണമുള്ള ചില ചരിത്ര കഥകളാണ്, ചില മിത്തുകളാണ് നമ്മൾ ചരിത്രമാക്കി നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന്, നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഈ കരുണാകര മേനോൻ, അതായത് മലയാളി തന്നെ മലയാളിയെ കൊന്നു എന്നും അദ്ദേഹത്തിനൊരു വലിയ മഹാദുഷ്ട കഥാപാത്രമായി പലരും ചിത്രീകരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ IG N ചന്ദ്രശേഖരൻ നായർ, പോലീസിന് ഒരൊറ്റ IG എന്നുള്ളൂ, IG ചന്ദ്രശേഖരൻ നായർ. അദ്ദേഹം തിരുക്കൊച്ചിയിലെ IG ആയിരുന്നു, അദ്ദേഹം തിരുവിതാംകൂറിലെയും IG ആയിരുന്നു, അദ്ദേഹം ബ്രിട്ടീഷ് ഭരണകാലത്തെയും IG ആയിരുന്നു. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് IG ആയിരുന്നത് കൊണ്ട് പിന്നെ അദ്ദേഹത്തിന് പദവി നിഷേധിക്കുകയല്ല ചെയ്തത്, ആ പദവി തുടർച്ചയായി കൊടുക്കുകയാണ് ചെയ്തത്. അവരെന്ത് ചെയ്തു എന്നുള്ള, അവരുടെ ഡ്യൂട്ടിയിൽ അവരെന്ത് ചെയ്തു എന്നുള്ള നിലയ്ക്കാണ് നമ്മളതിനെ കാണേണ്ടത്. CP രാമസ്വാമിയർ, നമ്മൾ കേരള ഹിറ്റ്ലർ, തിരുവിതാംകൂർ ഹിറ്റ്ലർ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ CP രാമസ്വാമിയർ
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നാഷണൽ ഇൻറ്റഗ്രിറ്റി കൗൺസിലിൻ്റെ ചെയർമാനായിട്ടാണ് നിയമിക്കപ്പെട്ടത്. പക്ഷേ അതുകൊണ്ടാണ് ഓരോരുത്തരും വ്യക്തികളുടെ കഴിവും അവരുടെ തൊഴിലിനോട് ചെയ്യുന്ന ആത്മാർത്ഥതയും വിലയിരുത്തിക്കൊണ്ടാണ് പിൽക്കാലത്ത് അവരെ വിലയിരുത്തേണ്ടത് നമ്മൾ കാണേണ്ടത്. ഈ കരുണാകര മേനോനെക്കുറിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വളരെ സംക്ഷിപ്തമായിട്ട് തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ചുമതല, ബ്രിട്ടീഷുകാരൻ്റെ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഏൽപ്പിച്ച ചുമതല അദ്ദേഹം കൃത്യമായി ചെയ്തു. പക്ഷേ ഇവിടെ വെടിവയ്പ്പിൽ സംഭവിച്ചത് ആളെ അറിഞ്ഞുകൊണ്ടല്ല, അല്ലാതെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചരിത്രത്തിലൊരു വലിയ മഹാദുഷ്ട കഥാപാത്രമായി തന്നെ ചിത്രീകരിക്കുന്നത് 100% ശരിയോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. നന്ദി, നമസ്കാരം.